നമുക്ക് പഴയ എക്സ്പൾസ് 200 നിന്ന് മിസ് ചെയ്ത പല കാര്യങ്ങളും നമുക്ക് ഈ വണ്ടിയിൽ നമുക്ക് ഹീറോ ഒരുക്കി തന്നിട്ടുണ്ട്. പൊളിഞ്ഞു പോവാം. മിഡ് റേഞ്ചും ബോട്ടം എൻഡും കിഡിലുമാണ്. ഓണായി വരാൻ കുറച്ച് ലാഗുണ്ട്. നല്ല വൈഡറായിട്ടുള്ള സീറ്റും. ഫൈനലി നമുക്കങ്ങനെ 2025 എക്സ്പൾസ് 210 നമുക്ക് റിവ്യൂ യൂണിറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ വണ്ടി തന്നേക്കുന്നത് ദിയ മോട്ടോഴ്സ് ആലപ്പുഴയാണ്. അപ്പോൾ നമുക്ക് ബാക്കി വെച്ച് വെവിക്കാതെ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് വെറുപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ നോക്കിയ വണ്ടിയുടെ ലുക്സൊന്നും കാര്യങ്ങളൊന്നും എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോട്ടോർ സൈക്കിളാണെന്ന് നോക്കിയത്. ഏറ്റവും ഇമ്പ്രസീവ് ആയിട്ടുള്ള കാര്യം ഇതിൻ്റെ എഞ്ചിനാണ്. അത് ഞാൻ പറയാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് വണ്ടിയുടെ ഫുൾ വാക്ക് അറൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പെട്ടെന്നൊന്ന് തീർക്കാം. നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് തുടങ്ങാം. കംപ്ലീറ്റ്ലി റീഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ഹെഡ് ലാമ്പാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. പുതിയതായിട്ട് 2 പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ് ഇതിന് വന്നേക്കുന്നത്. ഏറ്റവും ഇമ്പ്രസീവ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രാബാണ്. നമുക്ക് ഓഫ് റോഡൊക്കെ പോയി പെട്ട് കിടക്കുമ്പോഴത്തേക്കും നമുക്ക് ടയറിലൊന്നും പിടിച്ച് വലിച്ച് കയറ്റണ്ട. അതിന് കമ്പനി തന്നെ സെറ്റ് ചെയ്തൊരു ഗ്രാബ് ഇവിടെ തന്നിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രാബാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വണ്ടി വലിച്ചൊക്കെ സിമ്പിളായിട്ട് കയറ്റാം. പിന്നെ LED ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ഫുള്ളി LED ആയിട്ടുള്ള ഹെഡ് ലാമ്പും അതിൽ 2 പ്രൊജക്ടർ യൂണിറ്റും വരുന്നുണ്ട്. പിന്നെ ടയർ സെക്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 21 ഇഞ്ച് ടയറാണ് ഇതിന് വന്നിരിക്കുന്നത്. 21 ഇഞ്ച് ടയറും 41 mm 210 mm ട്രാവലുള്ളൊരു ലോങ് ട്രാവൽ സസ്പെൻഷനാണ് തന്നേക്കുന്നത്. അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സസ്പെൻഷൻ. നല്ല അടിപൊളിയായിട്ട് തന്നെ ഗട്ടറും കാര്യങ്ങളൊക്കെ ഇത് ലോഡ് ചെയ്യുന്നുണ്ട്. ഒരു പ്രശ്നമില്ല. നമുക്ക് കംഫർട്ടായിട്ട് ലോങ് റൈഡിനും അതേപോലെ തന്നെ ഓഫ് റോഡിനും ഈ സസ്പെൻഷൻ അടിപൊളിയാണ്. ബാക്കിലെ സസ്പെൻഷന് 1 ചേഞ്ച് വന്നിട്ടുണ്ട്. അതും ഞാൻ പറഞ്ഞുതരാം. 273 mm ഒരു ഡിസ്ക് റോട്ടറാണ് ഇതിന് വന്നേക്കുന്നത്. പഴയത് സെയിം തന്നെയാണ്. ഡിസ്കിന് മാറ്റമൊന്നും വന്നിട്ടില്ല. അതൊരു അപ്സൈസ് ചെയ്ത് 300 mm ആക്കാമായിരുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ട്. പക്ഷേ കുഴപ്പമില്ല. ഈ വണ്ടി പിടിച്ച് നിർത്താനുള്ള ബ്രേക്കും കാര്യങ്ങളൊക്കെ ഇതിന് തരുന്നുണ്ട്. സെയിം കാലിബേഴ്സ് 21 ഇഞ്ചിൻ്റെ ട്യൂബ് ടയർ തന്നെയാണ് ഇവിടെയും വന്നേക്കുന്നത്. അതിനും വലിയ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ നമുക്ക് ഒരു ഗാർഡും കാര്യങ്ങളൊക്കെ കാണാം. നമുക്കിവിടെ റേഡിയേറ്റർ ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ റേഡിയേറ്ററും കാര്യങ്ങളുണ്ട്. കാര്യം ഇത് ലിക്വിഡ് കൂളാണ്. 210 cc നമ്മുടെ കരീഷ്മ XMR കണ്ട സെയിം എഞ്ചിനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ലിക്വിഡ് കൂൾ എഞ്ചിനാണ് ഇതിന് വന്നിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, റീഡിസൈൻ ചെയ്തിട്ടുള്ള ഈ അടിപൊളി ഒരു ഫെൻഡർ. എനിക്ക് ഈ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഫെൻഡർ ലുക്കാണ്. അതിൻ്റെ ഡിസൈനിങ്, ആ കർവും കാര്യങ്ങളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നല്ല രസമുണ്ട് അത് കാണാൻ. പിന്നെ ഒരു കുഴപ്പമില്ലാത്തൊരു നക്കൽ ഗാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പഴയതിനെ അപേക്ഷിച്ച് ഇച്ചിരിയുടെ ക്വാളിറ്റി ഉണ്ടെന്ന് വേണം പറയാം. പ്ലാസ്റ്റിക് ക്വാളിറ്റിയും കുഴപ്പമില്ല. നമുക്കിത് മെയിനായിട്ട് നമുക്ക് ഹാൻഡ് സപ്പോർട്ടിനെക്കാട്ടും നല്ലൊരു വിൻ പ്രൊട്ടക്ഷൻ കണക്ക് നമുക്കിത് വർക്ക് ചെയ്യും. അത്യാവശ്യം ഒരു ഹാൻഡ് പ്രൊട്ടക്ഷനും നമുക്കിത് തരും, ഇല്ലയെന്നല്ല. അപ്പോൾ ഈ വണ്ടിയിലെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന എഞ്ചിനാണ്. കരീഷ്മ XMR ഇരുന്ന സെയിം 210 cc എഞ്ചിനാണ് ഇതിനകത്ത് കൊണ്ട് വെച്ചേക്കുന്നത്. പക്ഷേ സെയിം അതുപോലെ തന്നെയല്ല, റീട്യൂൺ ചെയ്താണ് ഇതിനകത്ത് കൊണ്ട് വെച്ചിരിക്കുന്നത്. 210 cc ലിക്വിഡ് കൂൾഡ് 4 വാൽവ് DOC എഞ്ചിനാണ് ഈ ഇരിക്കുന്നത്. ഇത് 24.6 bhp പവർ 20.7 Nm ടോർക്കുമാണ് ഇതിൻ്റെ പവർ പറപ്പിക്കാൻ നമുക്ക് വേണ്ടി തരുന്നത്. അത്രയ്ക്ക് കിടില ഒരു എഞ്ചിനാണ്. ഇതിൽ മിഡ് റേഞ്ചും ബോട്ടം എൻഡും കിടിലമാണ്. ഇതിൻ്റെ ടോപ്പ് എൻ്റെ അത്ര കുഴപ്പമില്ല. നമുക്കൊരു 110 km/h നമുക്ക് സിമ്പിളായിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എഞ്ചിനാണിത്. അതുകൊണ്ട് നമുക്ക് ഹൈവേയിലും ഈ വണ്ടി ഒരേപോലെ പെർഫോം ചെയ്യും. നമുക്ക് പഴയ എക്സ്പൾസ് 200 നിന്ന് മിസ് ചെയ്ത പല കാര്യങ്ങളും നമുക്ക് ഈ വണ്ടിയിൽ നമുക്ക് ഹീറോ ഒരുക്കി തന്നിട്ടുണ്ട്. അതിന് വലിയൊരു താങ്ക്സാണ് ഹീറോയോട് പറയാനുള്ളത്. അതിനകത്ത് നമ്മൾ മിസ് ചെയ്ത ഏറ്റവും വലിയ കാര്യമായിരുന്നു ഹൈവേയിൽ നമുക്ക് അധികം സ്പീഡിൽ ക്രൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. പക്ഷേ അത് ഈ ഒരു വണ്ടിയിലെത്തിയപ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. കാര്യം ഇതിനകത്ത് ഇരിക്കുന്ന എഞ്ചിൻ അറിയാലോ. പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന എക്സോസ്റ്റ് നോക്കി, അപ്ഷിഫ്റ്റ് ആയിട്ടുള്ള എക്സോസ്റ്റാണ്. നമുക്ക് എത്ര വെള്ളത്തിൽ കൂടെ ഇറക്കിയാലും നമുക്ക് ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് അത്രയും ഹൈറ്റിൽ കൂട്ടിയാണ് ഇറക്കിയിരിക്കുന്നത്. പഴയതിലും ഹൈറ്റ് കൂട്ടിയാണ് ഇപ്പോൾ ഇരിക്കുന്ന വണ്ടിയുടെ എക്സോസ്റ്റ് ഇരിക്കുന്നത്. കിടിലം, അതിനും ഒന്നും പറയാനില്ല. പക്ഷേ ഒരു നെഗറ്റീവ് തോന്നിയത് ഈ സ്വിംഗാമിനാണ്. ഇത് അലൂമിനിയം സ്വിംഗാം ആക്കിയിരുന്നെങ്കിൽ എന്നെനിക്ക് തോന്നിയത്. നോർമൽ ബോക്സ് ടൈപ്പ് തന്നെയാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. 240 mm ഡിസ്ക്കാണ് ബാക്കി ഇരിക്കുന്നത്. കുഴപ്പമില്ലാത്ത 18 ഇഞ്ച് വീല് തന്നെയാണ് ബാക്കിലും. അതും കുഴപ്പമൊന്നുമില്ല. ആ സൈഡും എല്ലാം ക്ലിയറാണ്. പിന്നെ മേജർ അപ്ഡേറ്റ് വന്നത് ഇതിൻ്റെ റിയർ സസ്പെൻഷനിലാണ്. റിയർ സസ്പെൻഷൻ വന്നേക്കുന്നത് ലിങ്ക് ടൈപ്പാണ്. അതായത് പഴയതിലൊരു നോർമൽ സസ്പെൻഷനാണ് ഇരുന്നതെങ്കിൽ ഇതിനകത്തിരിക്കുന്നത് ലിങ്ക് ടൈപ്പാണ്. അതുകൊണ്ട് ഇതിൻ്റെ സസ്പെൻഷൻ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഹീറോ റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കിടിലം എന്നല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. ബാക്കിലത്തെ സസ്പെൻഷൻ കിടിലമാണ്. ഓഫ് റോഡിലും ഓൺ റോഡിലും ഇത് കിടിലമായിട്ട് വർക്ക് ചെയ്യും. ഹൈ സ്പീഡിൽ ഈ സസ്പെൻഷൻ കുറച്ചുകൂടെ സ്റ്റിഫറാകും. അതായത് ഹൈവേയിൽ നമ്മൾ ക്രൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഈ സസ്പെൻഷൻ കുറച്ചുകൂടെ സ്റ്റിഫറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എന്നാൽ നേരെ തിരിഞ്ഞ് ഓഫ് റോഡിലേക്ക് വരുമ്പോഴത്തേക്കും പക്ക സ്മൂത്ത് സസ്പെൻഷനായിട്ട് ഇത് വർക്ക് ചെയ്യുന്നതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റിവ്യൂ ചെയ്യുന്നത്. കംപ്ലീറ്റ് മഴയത്ത് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിനകത്തെ
ടെയിൽ സെക്ഷൻ. ഈച്ച് ആൻഡ് എവറി സൈഡ് ഹീറോ റീഡിസൈൻ ചെയ്ത് അത് എങ്ങനെയാണോ എക്സ്പൾസ് 200 ആൾക്കാർ കൊണ്ട് നടന്നത് ആ ഒരു ടൈപ്പിലേക്ക് ഈ വണ്ടി കൺവേർട്ട് ചെയ്തിട്ടാണ് ഇവരിറക്കിയത്. ഇത് പുറത്തിറക്കി കഴിഞ്ഞാൽ ഒരുപാട് വർക്ക് ചെയ്യണം എന്നും മോഡിഫിക്കേഷൻ വേണം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം ഓൾമോസ്റ്റ് അതെല്ലാം ഇവർ തന്നെ ചെയ്തു തന്നിട്ടുണ്ട്. അത്രയും കിടിലനായിട്ടൊരു ടെയിൽ സെക്ഷനാണ് ഇതിൻ്റെ ഇരിക്കുന്നത്. നോക്കി 2 LED, നോക്കി എന്ത് രസമാണെന്ന് നോക്കി. അത്രയും കിടിലനായിട്ടുള്ള 2 ടെയിൽ ലാമ്പാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിനുള്ള ടൈറ്റാലിറ്റി എന്തായാലും ഇറങ്ങാൻ ചാൻസ് ഉണ്ട്, അതൊന്നും നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. കിടിലമാക്കും അത് ആൾക്കാരൊക്കെ. പക്ഷേ ഇത് കിടിലമാണ്. ഈ ടെയിൽ ഈ സാധനം ഊരിക്കളഞ്ഞാൽ തന്നെ നോക്കി എന്നെ രസമായിട്ടാണ് തോന്നുന്നു ഈ ഭാഗം വരുന്നത്. ഇവിടെ വന്നൊരു ഷാർപ്പായിട്ട് എഡ്ജി വന്നിട്ട് കിടിലം. പിന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്രാബ് റെയിലും ഇതിന് വരുന്നുണ്ട്. നമ്പർ പ്ലേറ്റ് ഇളകിയ സൗണ്ടാണ് നമ്മുടെ എല്ലാം, കുഴപ്പമില്ല. അപ്പോൾ സ്ട്രോങ് തന്നെയാണ്. 2 LED ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ ഇതിനൊരു സാരി കാർഡ് കിടപ്പുണ്ട്, അതെടുത്ത് ഊരിക്കളയുന്നതായിരിക്കും ഏറ്റവും നല്ല ഭംഗിയായിരിക്കും അത് ഊരിക്കളഞ്ഞാൽ തന്നെ. ഈ ഭാഗമൊക്കെ ഒരു വലിയ കട്ടിയില്ലാത്തൊരു മെറ്റീരിയൽ ആണെങ്കിൽ ലുക്ക് വൈസ് ഇതൊക്കെയാണ്, നല്ല അടിപൊളി ലുക്കും വരുന്നുണ്ട്. ഇവിടെ 210 ബാഡ്ജിങ്, ലിക്വിഡ് കൂൾഡിൻ്റെ ബാഡ്ജിങ് അത് അത്യാവശ്യമാണ്. കാര്യം എക്സ്പൾസ് ലിക്വിഡ് കൂൾഡാണോ എന്നുള്ളത് എല്ലാവരുടെയും ഒരു ഡൗട്ടായിരുന്നു. അതിൻ്റെ മാറ്റിയിട്ടുണ്ട്, ലിക്വിഡ് കൂൾഡാണ് അവർ തന്നെ ബാഡ്ജിങ്ങിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ പ്രശ്നം തീർന്നേ. ഇനി 6 സ്പീഡ് ഗിയർ ബോക്സ് വന്നു. ഇതുവരെ നമുക്ക് 5 സ്പീഡായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് 210 വന്നപ്പോഴത്തേക്ക് അത് 6 സ്പീഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഹൈവേ ക്രൂസിങ് കിടിലമായിരിക്കും. കരീഷ്മ പോലൊരു ബൈക്കിൻ്റെ എഞ്ചിൻ എടുത്ത് എങ്ങനെ ഒരു അഡ്വഞ്ചർ ബൈക്കിലേക്ക് ഇവന്മാർ കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ അതിൽ മെയിനായിട്ടൊരു ചേഞ്ച് വരുത്തിയത് ഈ സ്പോക്സിലാണ്. ഈ സ്പോക്സിൻ്റെ ടീത്തിൻ്റെ എണ്ണം കൂട്ടിയിട്ടാണ് ഒരു ബോട്ടം എൻ്റെ മിഡ് റേഞ്ച് അവന്മാരൊന്നൊരു പഞ്ച് ആക്കിയത്. അതായത് നമുക്ക് കരീഷ്മയിൽ 40 ടീത്താണ് വന്നെങ്കിൽ ഇതിനകത്ത് വരുന്നത് 46 ടീത്താണ് വരുന്നത്. അതിൻ്റെ ഡിഫറൻസ് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. പിന്നെ ഇതിൻ്റെ ട്യൂണിങ്ങിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. കംപ്ലീറ്റ്ലി റീട്യൂൺഡ് ആയിട്ടുള്ള വണ്ടിയാണിത്. അതുകൊണ്ട് തന്നെ ബോട്ടമിൻ്റെ നമുക്ക് എടുക്കുമ്പോൾ തന്നെ ഒരു പഞ്ച്, ഒരു പുഷ് നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് മെയിനായിട്ട് ആ സ്പോക്സിൻ്റെ തന്നെയാണ്, ഒന്നും പറയാനില്ല. പിന്നെ സീറ്റിൻ്റെ സൈഡിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ എക്സ്പൾസിൽ എന്നെപ്പോലുള്ള അത്യാവശ്യം ഫാറ്റി ആയിട്ടുള്ള ഒരാൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇറിറ്റേറ്റിംഗ് ആക്കിക്കൊണ്ടിരുന്നത്, അതായത് ആ വണ്ടി എടുക്കാതിരിക്കാനായിട്ടുള്ളൊരു മേജർ കാരണം അതിൻ്റെ സീറ്റ് തന്നെയായിരുന്നു. ഏകദേശം ഈ ഒരു ലെവലിലായിരുന്നു എക്സ്പൾസിൻ്റെ സീറ്റ് പോയത്. അതിൽ നിന്ന് കംപ്ലീറ്റ്ലി വ്യത്യാസമായിട്ട് നല്ല വൈഡറായിട്ടുള്ള സീറ്റും നല്ല കുഷ്യനിങ്ങും തരുന്നൊരു സീറ്റാണ്. പില്ലിയൻ കംഫർട്ടും വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കുഷ്യനിങ്ങും ഉണ്ട്. കുറച്ചുകൂടെ ലെങ്ത്തും കുറച്ചുകൂടെ വൈഡ് പില്ലിയനും കൂടെ കൊടുത്തിരുന്നെങ്കിൽ ആ ഭാഗവും ക്ലിയർ ആയേനെ. പക്ഷേ കൊള്ളാം. ഇത്രയും നോക്കിയൊരു റാലി പോലെ ഇരുന്ന ബൈക്ക് അവരൊരു അഡ്വഞ്ചർ ടൂറർ സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നത് തന്നെ ഏറ്റവും വലിയ കാര്യം. മെയിൻ നമുക്ക് കയറിയിരിക്കാം. ആദ്യം ഇരിക്കുമ്പോൾ തന്നെ പറയാം, സീറ്റ് ഹൈറ്റാണ് 830 mm സീറ്റ് ഹൈറ്റ് ഉണ്ട്. ഞാൻ 173 സെൻറ്റിമീറ്ററാണ്. എനിക്ക് പ്ലാന്റഡ് ഫുട്ട് കിട്ടത്തില്ല. എനിക്ക് 2 ടോയും ടച്ച് ചെയ്താണ് നിൽക്കുന്നത്. പക്ഷേ എനിക്ക് ഓക്കെയാണ്. എൻ്റെ അത്ര ഈ വണ്ടി എടുക്കുന്നൊരു ഹൈറ്റ് കുറഞ്ഞ ഒരാളാണ് മിനിമം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. കാര്യം സീറ്റ് ഹൈറ്റ് ഇഷ്യൂ വരാതെ നോക്കണം, അതാണല്ലോ മെയിൻ കാര്യം. പിന്നെ ഈ ടാങ്ക് നോക്കി, ഈ ഒരു POV കിടിലം. ടാങ്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി ഒരു വേറെ ഡിസൈനിലേക്ക് തന്നെ ടാങ്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു അഡ്വഞ്ചർ ബൈക്ക് കാണുന്ന ഒരു ഫീലാണ് എനിക്ക് ഈ ടാങ്കിൽ നിന്ന് കിട്ടുന്നത്. സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം കിടിലമാണ്, ഗ്രാഫിക്സും കാര്യങ്ങളെല്ലാം കിടിലമാണ്. ഇവിടെ എല്ലാം നല്ല കിടിലമായിട്ട് ഗ്രാഫിക്സ് ചെയ്ത് അവർ നീറ്റാക്കി വെച്ചിട്ടുണ്ട്, വൃത്തികേടാക്കിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. എക്സ്പൾസീവ് വന്ന മെയിൻ ഒരു അപ്ഡേഷനാണ്, മെയിൻ ഒരു ചേഞ്ച് എന്ന് വേണം തന്നെ പറയാം. ഈ ഒരു TFT ഡിസ്പ്ലേ ഓണായി വരാൻ കുറച്ച് ലാഗുണ്ട്, പക്ഷേ എന്നാലും കുഴപ്പമില്ല. ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കിടിലമാണ്. ഇതിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 3 ABS മോഡ് വരുന്നുണ്ട്. ഇതാണ് നമുക്ക് ഈ TFT ഡിസ്പ്ലേ കൺട്രോൾ ചെയ്യേണ്ട സ്വിച്ച് ഗിയേഴ്സ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് പ്രസ് ചെയ്ത് പിടിച്ചാലാണ് നമുക്ക് ആ മോഡ് സെക്ഷനിലേക്ക് ചെല്ലുന്നത്. പിന്നെ നമുക്ക് ഇവിടുന്ന് നാവിഗേറ്റ് ചെയ്യാം. ഇവിടെ ബൈക്കിൻ്റെ സെക്ഷൻ എടുത്ത് താഴേക്ക് വന്നാലാണ് നമുക്ക് ABSൻ്റെ മോഡ് 3 മോഡ് വരുന്നുണ്ട്. റോഡ്, ട്രയൽ, ഓഫ് റോഡ്. റോഡിൽ നമുക്ക് ഇതിനകത്ത് ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്. ഏറ്റവും മെയിൻ കാര്യം ഡ്യുവൽ ചാനൽ ABS ആണ് നമുക്ക് ഈ വണ്ടിക്ക് കിട്ടുന്നത്. അത് വലിയൊരു അപ്ഡേഷൻ തന്നെയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഡ്യുവൽ ചാനൽ ABS കിട്ടുന്നുണ്ട് റോഡ് മോഡിൽ. ട്രയൽ മോഡിലേക്ക് ഇടുമ്പോഴത്തേക്കും നമുക്ക് ABSന് ഇൻ്റർവെൻഷൻ കുറയുകയും ചെയ്യും, ബാക്കിലത്തെ ABS ഓഫ് ആകുകയും ചെയ്യും. എന്നാൽ നേരെ ഓഫ് റോഡിലേക്ക് ഇട്ടാൽ കംപ്ലീറ്റ്ലി ABS നമുക്ക് ഓഫ് ആക്കിയിട്ട് വണ്ടി മലകളാക്കുന്ന ഹിമാലയം വരെ നമുക്ക് വേണമെങ്കിൽ കീഴടക്കിയിട്ട് വരാം. പിന്നെ ഞാൻ നോർമലായിട്ട് 2 ട്രിപ്പ് മീറ്റർ വരുന്നുണ്ട്, ഡിസ്പ്ലേ സെറ്റപ്പ്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കാണാം, ഇവിടെ ഹീറ്റ് കാണാം, ഇവിടെ ടാക്കോമീറ്റർ കാണാം, ഇവിടെ സ്പീഡോമീറ്റർ കാണാം, ഇവിടെ ഫ്യൂൽ മീറ്റർ, ഇവിടെ ഓഡോമീറ്റർ. പിന്നെ ഇതെന്താണിത്? ഇതിൻ്റെ ഇടയ്ക്കാണ് ചാർജിങ് സോക്കറ്റ് കൊണ്ട് തന്നേക്കുന്നത്. എൻ്റെ അമ്മ കൈ പോലും കയറുന്നില്ല.
പൊളിഞ്ഞു പോ. ഇതേ ഇരിക്കുന്നത് നമ്മുടെ ചാർജിങ് സോക്കറ്റ്. ഒരു USB Type A 3.2 ആണ് അതിനകത്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇടക്ക് കൊണ്ട് കുത്തിക്കയറ്റിട്ട് ഈ വയറും കാര്യങ്ങളെല്ലാം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്കത് ആക്സസിബിൾ ആകുന്നില്ല. അത്രയും പ്രശ്നമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു വിൻവൈസറാണ്. ഒരു 80 കിലോമീറ്റർ 80 to 90 കിലോമീറ്റർ ഈ വിൻവൈസർ നല്ല പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേക തരം ഡിസൈനിലുള്ളൊരു സൈഡ് വ്യൂ മിററാണ് ഇതിനുള്ളത്. നോക്കിയേ, ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന്. കാര്യം കുറച്ചുകൂടെ നമ്മുടെ ചെസ്റ്റിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഹാൻഡിൽ ബാർ ഇരിക്കുന്നത്. ഇതിൻ്റെ കുറച്ചുകൂടെ നമുക്ക് ഹാൻഡിൽ ബാർ റേസർ കിട്ടുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈ ലെവലിലേക്ക് ഹൈറ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് കിടിലായിരിക്കും, എണ്ണിച്ച് നിന്ന് ഓടിക്കാനൊക്കെ അടിപൊളിയായിരിക്കും. പക്ഷേ ഈ വൈസർ എനിക്ക് അത്ര പെർഫോമൻസ് തരുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് വെക്കേണ്ടി വരുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്, എൻ്റെ ഹൈറ്റ് ഉള്ളവർക്ക്. പിന്നെ നമുക്കിവിടെ ഇൻഡിക്കേറ്റർ സ്വിച്ച് വരുന്നുണ്ട്, ഹോൺ വരുന്നുണ്ട്, പാസ് സ്വിച്ച്, ഇവിടെ കിൽ സ്വിച്ച് വരുന്നുണ്ട്, ഇവിടെ ഹസാർഡ് സ്വിച്ചും വരുന്നുണ്ട്. വണ്ടിയുടെ വില വരുന്നത് 2,30,000 ഈ ടോപ്പ് വേരിയൻറ്റിൻ്റെ വില വരുന്നത്. ആ വിലയ്ക്ക് അത്യാവശ്യം നീറ്റായിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തരുന്ന അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു വണ്ടി തന്നെയാണ്. എക്സ്പൾസ് 210 മെറ്റൽ ടാങ്ക് തന്നെയാണ്, അതിനും മാറ്റമൊന്നുമില്ല. നമുക്ക് വണ്ടി ഇനി ബാക്കി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ഒരു ഗ്രണ്ടുള്ള സൗണ്ടാണ്, പഴയ പോലത്തെ ഒരു സൗണ്ടല്ല. നമുക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു സൗണ്ടാണ് ഇതിനകത്ത്. നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് വേണ്ട എന്ന് നമുക്ക് തോന്നിപ്പിക്കും. അത്രയും നല്ലൊരു സൗണ്ട് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഫൈനലി ആ ഗംഭീര മഴയ്ക്ക് ശേഷം നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങി. ആദ്യമേ തന്നെ നമുക്കൊന്ന് വണ്ടി ഒന്ന് വലിച്ചെടുക്കാം. തേർഡ് ഗിയറിൽ തന്നെ നമ്മൾ 80 ക്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഫോർത്ത് ഗിയറിൽ 90-ലെത്തി. ഫിഫ്ത്ത് ഗിയറിൽ 110 നമ്മൾ ക്ലോക്ക് ചെയ്ത് സിക്സ്ത് ഗിയറിലേക്ക് കയറി. ഇപ്പം നിങ്ങൾ ആ കയറിയ കയറ്റം കണ്ടല്ലോ, അപ്പം തന്നെ നിങ്ങൾക്ക് ആ വണ്ടിയുടെ ക്യാരക്ടറിനെ കുറിച്ച് മനസ്സിലായി കാണും. വണ്ടി ഈ ഒരു രീതിയിൽ വണ്ടി നമ്മൾ പുള്ളി ചെയ്തിട്ടും വണ്ടിക്ക് ഒരു സ്റ്റെബിലിറ്റി ഇഷ്യൂവോ വണ്ടിക്ക് ഒരു വോബ്ലിങ്ങോ ഒന്നുമില്ല. ഒരു അഡ്വഞ്ചർ ബൈക്ക്, ഒരു റാലി ബൈക്ക് എന്നുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ വണ്ടി പെർഫെക്റ്റ് ആണ്. ഇപ്പോൾ ഹൈവേയിൽ ക്രൂസ് ചെയ്യാനും നമുക്കൊരു 70% പവറും നമുക്കൊരു 3,000 to 4,000 RPM നമുക്ക് തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബോട്ടം എൻഡും മിഡ് റേഞ്ചും വണ്ടിയുടെ കിടിലമാണ്. ടോപ്പ് എൻഡ് ഒരു 115 120 വരെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റുന്ന സ്പീഡാണ്. എൻജിൻ അതിൻ്റേതായിട്ടുള്ള ഒരു സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒരു 90 to 100 വരെയൊക്കെ നമുക്ക് വിൻഡ് ബ്ലാസ്റ്റിൽ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. തലയിലേക്കൊന്നും അതിൻ്റെ കാറ്റടിക്കുന്നില്ല. ക്ലച്ച് എന്ന് പറഞ്ഞാൽ ഒരുപാട് സോഫ്റ്റും അല്ല, എന്നാൽ ഒരുപാട് ടൈറ്റും അല്ല. ഒരു മിഡ് റേഞ്ചിലാണ് ക്ലച്ചൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ബ്രേക്കും കാര്യങ്ങളും ഇച്ചിരി സ്പോഞ്ച് കണ്ട ഒരു സ്പോഞ്ചി ഫീലാണ് ബ്രേക്കിനൊക്കെ കിട്ടുന്നത്. എന്നാൽ ഒരു ഷാർപ്പായിട്ട് പിടിച്ച് നിർത്തുന്ന കണക്ക് ബ്രേക്കും കാര്യങ്ങളൊന്നുമില്ല. ബാക്കിൽ വണ്ടികളൊന്നുമില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കണ്ട ഒരു ഷാർപ്പ് ബ്രേക്കിംഗ് അല്ല, ഒരു സ്പോഞ്ചി ഫീലാണ് എനിക്ക് കിട്ടുന്നത്. പക്ഷേ കുഴപ്പമില്ല, ഈ വണ്ടിയെ പിടിച്ചു നിർത്താനുള്ള ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് വരുന്നുണ്ട്. കോർണർ എടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് വണ്ടിയുടെ. കുഴപ്പമില്ല, സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. വണ്ടിക്ക് ഒരു പ്രശ്നമില്ല, വണ്ടി ഓക്കെ ആണ്. ആ കാര്യത്തിലൊന്നും വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സസ്പെൻഷനും കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് എടുക്കുന്നുണ്ട്. ഡാമിങ്ങും കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് എടുക്കുന്നുണ്ട്. അവിടെ ആ കട്ടറൊന്നും കയറിയത് പോലും ഞാൻ അറിഞ്ഞില്ല. ഒന്ന് എണ്ണിച്ച് നിന്ന് കൊടുത്തപ്പം എണ്ണിച്ച് നിന്ന് ഓടിക്കാനും വണ്ടി അടിപൊളിയാണ്, ഒരു പ്രശ്നമില്ല. നമുക്കൊരു ചെറിയൊരു ഹാൻഡിൽ ബാർ റൈസർ വെച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നു. കാര്യം എൻ്റെ ഹൈറ്റ് വെച്ച് ഒരു ചെറിയൊരു 5 mm എങ്കിലും ഒരു ഹാൻഡിൽ ബാർ റൈസർ വെച്ച് കഴിഞ്ഞാൽ നൈസായിരിക്കും. അത്രയും നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് എണ്ണിച്ച് നിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഓഫ് റോഡും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് എണ്ണിച്ച് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ട്. എക്സ്പൾസ് 200 വെച്ച് നമുക്ക് നോക്കുവാണെങ്കിൽ വണ്ടി കുറച്ചുകൂടെ ഹൈവേ സെൻട്രിക് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ഒരു അഡ്വഞ്ചർ ടൂറർ എന്നൊരു സെഗ്മെൻറ്റിലേക്ക് വണ്ടി മാറിയ പോലെ ഒരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. കാര്യം ഇവിടുത്തെ POV വെച്ച് നോക്കുവാണെങ്കിൽ തന്നെ നമുക്കൊരു ടാങ്ക്, ഒരു ബൾക്കി ഫീൽ കിട്ടാൻ വേണ്ടി ടാങ്കിന് ഇവിടെ ഒരു കർവും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആ ഒരു ബൾക്കിനെസ് ഒക്കെ കീപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വണ്ടിയുടെ ഫ്യൂൽ ടാങ്കും കപ്പാസിറ്റിയൊക്കെ സെയിം ആണ്. 13 ലിറ്റർ തന്നെയാണ് ഇതിനും വരുന്നത്. അതിന് മാറ്റമൊന്നുമില്ല. നമുക്ക് അറൗണ്ട് ഒരു
500 കിലോമീറ്റേഴ്സൊക്കെ നമുക്ക് ഒറ്റ ഫുൾ ടാങ്കിൽ നമുക്കിത് ക്രൂസ് ചെയ്ത് പോകാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ഫീൽ. കാര്യം നമുക്കൊരു നോർമലി അത്യാവശ്യം മോശമില്ലാത്ത രീതിയിലൊക്കെ നമ്മൾ പൊളിച്ചോടിക്കാതൊക്കെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് 35 to 40 കിലോമീറ്ററോളം നമുക്ക് മൈലേജ് കിട്ടാനും ചാൻസ് ഉണ്ട്, ഹൈവേയിലായാലും സിറ്റിയിലായാലും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സൗണ്ട് നമ്മുടെ വണ്ടിയിലിരുന്ന് കേൾക്കുന്നത് ഭയങ്കര ഫീലുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ മെനൂർ ചെയ്ത് സിക്സാക്കൊക്കെ അടിച്ച് മെനൂർ ചെയ്ത് കൊണ്ടുനടക്കാൻ വണ്ടി നല്ല സ്മൂത്താണ്, ഒരു പ്രശ്നവുമില്ല. ഇതിനകത്ത് ഈ TFT ഡിസ്പ്ലേ വന്നതോടുകൂടി ഈ വണ്ടിയുടെ ഒരു ലുക്കേ കാര്യങ്ങളെ മാറിപ്പോയി. ഒരു പ്രീമിയം വണ്ടിയിലിരുന്ന് പോകുന്നൊരു ഫീലാണ് ഈ TFT ഡിസ്പ്ലേ നമുക്ക് തരുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു POV ഇങ്ങനെ നോക്കി കണ്ട് ഓടിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാര്യം പ്ലെയിനായിട്ട് ഒരു വണ്ടി പോകുന്നതിനെക്കാട്ടും ഇഷ്ടം ഒരു അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ നല്ലൊരു POVയിലൂടെ നമ്മൾ കാഴ്ചകളൊക്കെ കാണുമ്പോഴത്തേക്കും നല്ല രസമാണ്. ആ ഒരു POV ഇതിൽ സെറ്റാണ്. കാര്യം ഇവിടുത്തെ കൺസോളും കാര്യങ്ങളും ഇവിടുത്തെ ഈ ടാങ്കും എല്ലാം നമുക്കൊരു പ്രത്യേക ഒരു ഫീല് നമുക്ക് റൈഡ് ചെയ്യാൻ വേണ്ടി തരുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. വണ്ടി ടോപ്പ് ഗിയറിൽ എന്തോരം സ്ലോയിൽ പോകുമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ ടോർക്ക്, ഇനീഷ്യൽ ടോർക്ക് നമുക്ക് എന്തോരം കിട്ടുന്നുണ്ടെന്ന് അപ്പോൾ അറിയാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 54 കിലോമീറ്ററിൽ ഞാൻ 6th ഗിയറിലാണ് പോകുന്നത്. വണ്ടി ഒരു നോക്കിങ് കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. നമുക്ക് ഒന്നുകൂടെ താഴ്ത്തി നോക്കാം. ഒരു 40 കിലോമീറ്റർ പിടിച്ചു നോക്കാം. ഗിയർ ചേഞ്ചിങ്ങിൻ്റെ സിഗ്നൽ ഇവിടെ കാണിച്ചു, വാണിംഗ് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാനുള്ള വാണിംഗ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ വണ്ടിക്ക് നോക്കിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇതേ സ്പീഡിൽ നിന്നൊന്ന് വലിച്ചെടുത്ത് നോക്കാം. വണ്ടി ഈസി ആയിട്ട് പവർ ചെയ്യുന്നുണ്ട്, ഈസി ആയിട്ട് വണ്ടി കയറി നോക്കിയാൽ എന്ത് പെട്ടെന്ന് ആ വണ്ടി ടോപ്പ് സ്പീഡിലേക്ക് കയറിയെന്ന് നോക്കിയേ. വണ്ടിയുടെ ഇനീഷ്യലും വണ്ടിയുടെ മിഡ് സെക്ഷനും പക്കയായിട്ടാണ് ഇവർ ട്യൂൺ ചെയ്ത് വെച്ചേക്കുന്നത്. ടോപ്പിൻ്റെ ഒരു 120 മേളിലോട്ട് കയറുമ്പോഴാണ് ചെറിയൊരു പവർ ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ പർപ്പസ് ഇതിൻ്റെ ഓഫ് റോഡിനാണെങ്കിലും ഇതിപ്പോൾ ഒരു അഡ്വഞ്ചർ ടൂറർ എന്നൊരു സെഗ്മെൻറ്റിലേക്ക് എത്തിയെന്ന് ഒരു തോന്നലാണ് എനിക്കിപ്പോൾ കിട്ടുന്നത്. ഞാൻ പിന്നെ മഴയത്ത് ഓടിച്ചത് കൊണ്ടാവാം എനിക്ക് ഹീറ്റിങ്ങിനെ കുറിച്ച് അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്നില്ല. ഞാൻ ഓടിച്ച ടൈം ഫുള്ളും മഴയായിരുന്നു. പക്ഷേ ഞാൻ അറിഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ വണ്ടിക്ക് വലിയ ഹീറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അത് ഉള്ള ഹീറ്റിങ് ഇതിൻ്റെ റേഡിയേറ്റർ ഈസി ആയിട്ട് ഇത് തണുപ്പിക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല, കാര്യം ഞാൻ ഓടിച്ചത് ഫുള്ള് മഴയത്താണ്. ഇപ്പോൾ ഇച്ചിരി മഴ മാറി നിൽക്കുന്ന സമയമാണെങ്കിലും എനിക്കങ്ങനെ വലിയ ഹീറ്റിങ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഏകദേശം തൊടയുടെ സൈഡിൽ ചെറിയൊരു ഹീറ്റിംഗ് ഉണ്ടെന്നുള്ളൂ. അതും ഒരു തരത്തിൽ നമുക്കൊരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഹീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല. നമുക്ക് വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഈ വണ്ടിയുടെ എങ്ങുമില്ല. ഹയർ RPMലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഫുഡ് പാക്കിൻ്റെ ഭാഗത്തും ഹാൻഡിൽ ബാറിൻ്റെ ഭാഗത്തും ഒരു തരി വൈബ്രേഷനെ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. തരി, അതൊന്നും വൈബ്രേഷനായിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ പോലും പറ്റുന്നില്ല. കണ്ടില്ല, ഈസി ആയിട്ടാണ് ഇത് പവർ ചെയ്യുന്നത്, ഈസി ആയിട്ട് ഇത് കുതിച്ച് കയറി പോകുന്നതെന്നൊക്കെ പറയത്തില്ലേ, അതുപോലാണ് നമുക്ക് ഈ വണ്ടി ഫീൽ ചെയ്യുന്നത്. നിങ്ങളൊരു അഡ്വഞ്ചർ എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ എന്നാലൊരു ഹയർ മോഡലിലേക്ക് പോകാതെ, അല്ലാതെ 390 അഥവാ അങ്ങനെയുള്ള മോഡലിലേക്കൊന്നും പോകണ്ട, നിങ്ങൾക്ക് അത്രയും ബഡ്ജറ്റ് ഇല്ല എന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വണ്ടിയിലേക്ക് നോക്കാം. കാര്യം ഈ വിലയ്ക്കും ഈ ഒരു ലുക്സും കാര്യങ്ങളും തരുന്നൊരു വണ്ടി വേറെ ഇല്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ വണ്ടി ചെയ്തു വെച്ചേക്കുന്നത്. എനിക്ക് ഇതിൻ്റെ പഴയ മോഡലിലെ ലുക്സ് അത്ര, എനിക്ക് പേഴ്സണലി പറയുകയാണ് പഴയ മോഡലിലെ ലുക്സ് അത്ര ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ അതിൽ നിന്ന് ഇത്ര ഇച്ചിരി ബൾക്കി സൈസിലേക്ക് എത്തിച്ചപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ലുക്സും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതിൻ്റെ മെയിൻ സ്വഭാവം, അതായത് ഇവൻ്റെ ക്യാരക്ടർ ഇരിക്കുന്നത് ഈ ഒരു ഹൈവേയിലോ ഇങ്ങനെ ഒരു റോഡിലോ ഒന്നുമല്ല. ഇവൻ്റെ ക്യാരക്ടർ നമ്മൾ അറിയണേ പ്രോപ്പറായിട്ടൊരു അഡ്വഞ്ചർ സെക്ഷൻ, അതായത് ഒരു ഓഫ് റോഡിലേക്ക് ചെന്നാൽ ഇവൻ്റെ ക്യാരക്ടർ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി എനിക്കതിനൊരു അവസരം ഇപ്പോൾ കിട്ടത്തില്ല. എന്തായാലും ഞാനൊന്ന് ചോദിച്ച് നോക്കാം, എനിക്കൊരു ലോങ് ഓഫ് റോഡിങ് സെക്ഷൻ ട്രയൽസ് തരാൻ പറ്റുമെന്ന് ഞാൻ ചോദിക്കും. അത് കിട്ടിയാൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ഓഫ് റോഡിൻ്റെ ഞാൻ വീഡിയോ കാണിക്കുന്നതാണ്, അതിൻ്റെ റിവ്യൂ ഞാൻ ഇടുന്നതാണ്. ഇപ്പോൾ എനിക്ക് എന്തായാലും ഇപ്പോൾ ഹൈവേയിൽ റിവ്യൂ ചെയ്യാൻ ഇപ്പോൾ എനിക്കൊരു അവസരം കിട്ടിയിട്ടുള്ളൂ. നമ്മളെപ്പോലൊരു കുഞ്ഞു ചാനലിൽ ഇത് തന്നെ കിട്ടുമെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വൈഡറല്ല, എന്നാൽ ഒരുപാട് ഷോർട്ടറും അല്ലാത്ത രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് നേരെ അപ്രൈറ്റായിട്ട് നേരെ ഇരുന്ന് നെഞ്ചും പിരിച്ചിരുന്നിരുന്ന് പോകാമെന്ന് പറയത്തില്ലേ, ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈസി ആയിട്ട് നമുക്കൊരു, എനിക്ക് തോന്നുന്നൊരു 500 കിലോമീറ്ററൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഈ വണ്ടിയിൽ ഒരു ഡേ നമുക്ക് ക്രൂസ് ചെയ്ത് പോകാൻ പറ്റും. എൻജിൻ്റെ സൈഡിൽ നിന്ന് നോയ്സോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. വണ്ടി സ്മൂത്തായിട്ടാണ്, പ്രോപ്പർ സർവീസാണ്. ഏത് വണ്ടിയും നമുക്ക് സ്മൂത്തായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ വണ്ടിയും നമുക്ക് സ്മൂത്തായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻജിൻ കംപ്ലൈൻറ്റ്സ് ഒന്നും ഇല്ലായിരിക്കും തോന്നുന്നു. കാര്യം XMR-ൽ അധികം എൻജിൻ കംപ്ലൈൻറ്റ്സും കാര്യങ്ങളൊന്നും ഞാൻ കേട്ടിട്ടില്ല.
പേഴ്സണലി ഞാൻ കേട്ടില്ല. ആരെങ്കിലും അങ്ങനെയൊക്കെ അറിയുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയണം കേട്ടോ. ഇതിൻ്റെ മിററിൻ്റെ വിസിബിലിറ്റി എനിക്ക് ഓക്കെ ആയിട്ട് എനിക്ക് തോന്നിയുള്ളൂ കേട്ടോ. എൻ്റെ കൈ ഇരിക്കുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 30% ഭാഗം കൈ കൊണ്ട് അങ്ങ് ഫില്ല് ചെയ്യുകയാണ്. നമുക്കൊന്ന് എണ്ണിച്ച് ഇന്ന് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എണ്ണിച്ചെന്ന് ഓടിക്കാനൊന്നും ഒരു കുഴപ്പമില്ല. വണ്ടി ഈസി ആയിട്ട് മെനൂർ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടാണ് വണ്ടി ഈ കട്ടറും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഒരു പ്രശ്നമില്ല. നമുക്ക് എൻ്റെ വണ്ടി അറിയുന്ന പോലും ഇല്ല ആ കട്ടറിലൊന്ന് കയറുന്നത്. ഓക്കെ, നമ്മളപ്പോൾ ഏകദേശം ഒരു 100 കിലോമീറ്ററോളം നമ്മൾ വണ്ടി ഓടിച്ചു. എനിക്ക് ഓടിച്ചതിൻ്റെ പേര് പറയുകയാണ്, വണ്ടി കൊള്ളാം. വണ്ടിക്ക് ഒറ്റ വാക്കി പറഞ്ഞാൽ വണ്ടി കൊള്ളാം. വണ്ടിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും, പവർ ലാഗോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാനും അടിപൊളിയാണ്. ഒരു വണ്ടി എടുക്കുന്നവൻ എന്തൊക്കെ നോക്കുന്നു അതിനെല്ലാം വണ്ടി ഓക്കെയാണ്. അത്യാവശ്യം നല്ല സീറ്റ് വന്നിട്ടുണ്ട്. പില്ലിയൻ സീറ്റിൻ്റെ കാര്യം ഇച്ചിരിയും കൂടെ വൈഡായിരുന്നു, കൊള്ളാമായിരുന്നു എനിക്കൊന്നും തോന്നി. ബാക്കി റൈഡർ സീറ്റ് അടിപൊളിയാണ്. വണ്ടിയുടെ സസ്പെൻഷൻ അടിപൊളിയാണ്. വണ്ടിയുടെ പവർ ലാഗും ഫീൽ ചെയ്യുന്നില്ല വണ്ടിക്ക്. എൻജിനും കൊള്ളാം. എൻജിൻ്റെ സൈഡിൽ നിന്ന് വേറെ നോയ്സോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഏറ്റവും മെയിൻ കാര്യം വണ്ടി നല്ല ലുക്കാണ്. അത്യാവശ്യം നല്ല ലുക്കാണ്. വണ്ടിയുടെ ഈ കളർ സ്കീമും നല്ല ലുക്കാണ്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടൊരു കളർ സ്കീമാണ് കേട്ടോ. ഇതിൻ്റെ ഒരു സിൽവർ വേരിയൻറ്റും കൂടെ വണ്ടിക്ക് വരുന്നുണ്ട്. അപ്പോൾ വണ്ടിക്ക് വരുന്ന വില എന്ന് പറഞ്ഞാൽ 2,30,000 രൂപയാണ് ഈ ടോപ്പ് എൻഡ് വേരിയൻറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസ്. അപ്പോൾ ആ പ്രൈസിന് ഇത് വർത്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായും ആ പ്രൈസിന് ഇത് വർത്താന്. ഈ ബീക്കിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫൈനലി നമ്മൾ തിരിച്ചെത്തി. വണ്ടിയുടെ കംപ്ലീറ്റ് റിവ്യൂവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇന്നത്തെ ദിവസം വണ്ടി തന്നിരിക്കുന്നത് ദിയ മോട്ടോഴ്സാണ്. ദിയ മോട്ടോഴ്സിൻ്റെ പ്രീമിയം ആലപ്പുഴയിലാണ് നമുക്കിന്ന് വണ്ടി തന്നിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യുന്ന കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം, സ്ക്രീനിലും കൊടുത്തേക്കാം. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ദിയ മോട്ടോഴ്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ആലപ്പുഴ കളപ്പുര ഷോറൂമിലാണ് നമുക്ക് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവരുടെ അവിടെ ഹാർലി ഡേവിഡ്സന്റെ X440 ഒക്കെ അകത്തിരിപ്പുണ്ട്. നമുക്കൊരു ദിവസം അതിനകത്ത് കയറിയാറൊക്കെ എടുത്ത് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഇഷ്ടമായെങ്കിൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റും കൂടെ ചെയ്യണം കേട്ടോ.